തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥി അജന്യ എസ് അജി. ഇടതുമുന്നണി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമ്പോൾ അജന്യയ്ക്ക് 21 വയസ്സ് തികഞ്ഞിരുന്നില്ല. നോമിനേഷൻ കാലയളവിലാണ് 21 വയസ്സ് പൂർത്തിയായത്. മലയൻകീഴ് പഞ്ചായത്തിലെ തച്ചോട്ടുകാവ് വാർഡിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയാണ് അജന്യ. തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി നമ്മുടെ റിപ്പോർട്ടർ നിർവൻ ചക്രവർത്തി ചേരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ അവസാനത്തെ കണക്കുകൾ, മത്സരരംഗത്തുള്ള സ്ഥാനാർത്ഥികളുടെ കണക്കുകൾ വരുമ്പോൾ ഏറ്റവും പ്രായം കുറഞ്ഞ മത്സരത്തിൽ പങ്കെടുക്കുന്ന ബേബി, അങ്ങനൊരു സ്ഥാനാർത്ഥി തിരുവനന്തപുരം ജില്ലയിലെ തച്ചോട്ടുകാവിലെ LDFിൻ്റെ സ്ഥാനാർത്ഥിയാണ്. അജന്യയാണ്. അജന്യയ്ക്കൊപ്പമാണ് തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനിടയിൽ നമ്മൾ അജന്യയുടെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പോരാട്ടങ്ങൾ, എങ്ങനെയാണ് വോട്ട് തേടി പോകുമ്പോഴുള്ള ജനങ്ങളുടെ റെസ്പോൺസ് എന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കുന്നത്. അജന്യ ഇപ്പോൾ തന്നെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വാർഡിൽ നിന്ന് കേരളമാകെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വൈറൽ സ്ഥാനാർത്ഥിയാണ്. കാരണം അജന്യ ഈ സ്ഥാനാർത്ഥിയായി LDF പ്രഖ്യാപിക്കുന്ന ഘട്ടത്തിൽ 21 വയസ്സ് പൂർത്തിയായില്ല എന്നതാണ് അറിയുന്നത്. അപ്പോൾ അതിനുശേഷം നോമിനേഷൻ കൊടുക്കുന്ന ഘട്ടത്തിലാണ് 21 വയസ്സ് പൂർത്തിയായത്. എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇറങ്ങുമ്പോൾ ജനങ്ങളുടെ ഒരു പ്രതികരണ റെസ്പോൺസ് എങ്ങനെയാണ്? സന്തോഷമുണ്ടോ? ആൾക്കാരെല്ലാം വളരെ സന്തോഷത്തോടെ മോളെന്ന നിലയിൽ സ്വീകരിക്കുകയാണ്? എല്ലാവരും നല്ല രീതിയിലാണ് സ്വീകരിക്കുന്നത്. എല്ലാവരും പറയുന്നത് തന്നെ യുവാക്കൾ ഈ ഒരു മേഖലയിലേക്ക് വരണമെന്നാണ്, രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരണമെന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ അവരുടെ എല്ലാം ഇത് കേട്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. ഈ പിറന്നാൾ ദിവസത്തിന് ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞപ്പോഴാണ് LDFിൻ്റെ ഇവിടുത്തെ പ്രവർത്തകരെല്ലാം വന്ന് അജന്യയെ സ്ഥാനാർത്ഥിയാണോ എന്ന കാര്യം അറിയിച്ചതെന്ന് പറഞ്ഞു. അത് ശരിയാണോ? അല്ല, ബർത്ത്ഡേക്ക് മുമ്പേ എന്നെ അറിയിച്ചായിരുന്നു. അതിനു മുമ്പേ ഇലക്ഷൻ പ്രചാരണം. അതായത് പിന്നെ ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചതിന് ശേഷമാണ് അജന്യയ്ക്ക് 21 വയസ്സ് തികയുന്നത്, അല്ലേ? അപ്പോൾ ഇരട്ടി സന്തോഷമായി. ഒന്ന്, ഒരു പൊതുപ്രവർത്തനം നിൽക്കുന്ന ഒരാളിന് സ്ഥാനാർത്ഥിയാവാൻ വേണ്ടി പരിഗണിച്ചു, ഒപ്പം തന്നെ ഈ ചെറുപ്രായത്തിൽ പരിഗണിച്ചു എന്നതാണ്. പിന്നെ SFI രംഗത്തൊക്കെ സജീവമായിരുന്നോ? അതെ, സജീവമായിരുന്നു. കോളേജിൽ SFI പ്രവർത്തകയായിരുന്നു ഞാൻ. 3rd ഇയർ റെപ്രസെൻറ്റേറ്റീവ് ആണ് ഇപ്പോൾ. ഓക്കെ. പഠിക്കുന്ന ക്യാമ്പസ് മലയൻകീഴ് മാധവി കോളേജ്. പഠിക്കുന്നത് ഇപ്പോൾ BSc മാത്സിനാണ് പഠിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഗണിതമാണ് വിഷയം. അതെ. അപ്പോൾ ക്ലാസ് റൂമിലെ ഗണിതത്തിൽ നിന്ന് തെരഞ്ഞെടുപ്പിൻ്റെ കൂട്ടലും കുറയ്ക്കലുമുള്ള ഗണിതത്തിലേക്ക് കടക്കുകയാണ് അജന്യ. അപ്പോൾ ഈ വീടുകളിലൊക്കെ പോകുന്നേരം ഞാൻ ചോദിച്ചതാണ്. അപ്പോൾ ചെറിയ കുട്ടിയായതുകൊണ്ട് തന്നെ ആ തരത്തിലുള്ള സൗഹൃദം കാണും, മുതിർന്ന ആൾക്കാരോടൊരു ബഹുമാനം കാണും. അപ്പോൾ നമ്മളെ വീട്ടിലൊരു അംഗത്തെ പോലെ എല്ലാവരും സ്വീകരിക്കുന്നതായിരിക്കും, രാഷ്ട്രീയത്തതീതമായി. അപ്പോൾ അങ്ങനെയുള്ള അനുഭവങ്ങൾ എങ്ങനെയാണ് വീട്ടിൽ പോകുമ്പോഴുള്ള ഓരോരുത്തരുടെയും വോട്ട് ചോദിക്കുമ്പോഴൊക്കെ? എല്ലാവരും, അതായത് എൻ്റെ പ്രായത്തിലുള്ളവരും കാണും. അപ്പോൾ അവരുമായിട്ട് ഒരു സൗഹൃദവും, പിന്നെ മുതിർന്നവരെ വളരെ നല്ല രീതിയിൽ തന്നെ വാത്സല്യത്തോടെയാണ് കാണുന്നത്. ഓക്കെ. അപ്പോൾ ഈ നമ്മളെ ചെറുപ്രായത്തിലൊക്കെ തന്നെ LDF ഒരു അവസരം തരികയാണ്. അപ്പോൾ തിരഞ്ഞെടുപ്പിൽ വിജയിച്ചു കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന ഒരു പോസിറ്റീവായിട്ടുള്ള ഒരുപാട് ഘടകങ്ങളുണ്ട്. നമുക്കിങ്ങനെ ഓടി നടക്കാൻ, എല്ലാ തലമുറയുമായി കാര്യങ്ങൾ കൺവേ ചെയ്യാൻ, പിന്നെ വികസന കാര്യങ്ങളിലൊക്കെ യുവാക്കൾക്ക് വലിയ ഒരു കാഴ്ചപ്പാടുണ്ടാകും. അപ്പോൾ അതൊക്കെ കണ്ടായിരിക്കും LDF അജന്യയെ സ്ഥാനാർത്ഥിയായി ഇവിടെ തച്ചോട്ടുകാവിൽ മത്സരിപ്പിക്കുന്നത്. അപ്പോൾ അതെല്ലാം വിജയിച്ചു കഴിഞ്ഞാൽ അത് പ്രാവർത്തികമാക്കാനുള്ള ശ്രമം നടത്തുമോ അജന്യ? ഉറപ്പായിട്ടും എന്നാൽ കഴിയുന്ന വിധം എല്ലാ വികസന പ്രവർത്തനങ്ങളിലും പങ്കെടുക്കാനായിട്ടും ആളുകളിലെ എല്ലാ വികസന പ്രവർത്തനങ്ങൾ എത്തിക്കുവാനുമായിട്ട് ഞാൻ ശ്രമിക്കും. പിന്നെ ഈ LDF സർക്കാർ, ഒന്നാം പിണറായി സർക്കാർ, രണ്ടാം പിണറായി സർക്കാരിനെ നമ്മൾ വിലയിരുത്തുമ്പോഴേ പല ആൾക്കാരോട് ചോദിക്കുമ്പം അതായത് വളരെ ന്യൂ ജെൻ വൈബ് എല്ലാവരും LDFിനെ പിന്തുണയ്ക്കുന്നുണ്ട്. കാരണം മുഖ്യമന്ത്രി അംഗീകരിക്കുന്നുണ്ട് റോഡുകളുടെ വികസനം, അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം, പുതിയ സാധ്യതകൾ, ഇതൊക്കെ കൊണ്ടുവരുന്നതുകൊണ്ട് യുവാക്കളുടെ വലിയ പിന്തുണയുണ്ട്. അപ്പോൾ ഈ SFI രംഗത്തൊക്കെ നിൽക്കുന്നതുകൊണ്ട് അജന്യയ്ക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അത് തോന്നിയിട്ടുണ്ട്. കാരണം മറ്റ് പാർട്ടികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ LDF പുതിയ ആശയങ്ങളാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇപ്പോൾ ഇലക്ഷനിൽ നോക്കിക്കഴിഞ്ഞാലും പുതിയ ജനറേഷനിലുള്ള ആളുകളെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പം പുതിയ ആശയങ്ങൾ, ഇപ്പോൾ ടെക്നോളജി പരമായിട്ടായാലും നമ്മൾ മുൻപോട്ട് നിൽക്കണമെങ്കിൽ കുറച്ച് യുവാക്കളായിട്ടുള്ള ആളുകളെ തന്നെ നിർത്തണം. അപ്പോൾ അതിനൊക്കെ LDF പുതിയൊരു ആശയം കൊണ്ടുവന്നു. അതിൽ വളരെ സന്തോഷമുണ്ട്. കാരണം മറ്റ് പാർട്ടികൾ വെച്ച് നോക്കുമ്പോൾ പുതിയ ആശയങ്ങൾ കൊണ്ടുവരുന്നതിൽ എപ്പോഴും മുന്നിലാണ് LDF. തീർച്ചയായും അജന്യയ്ക്കൊപ്പം അമ്മ ഉണ്ട്, ഒപ്പം തന്നെ സഹോദരിയുണ്ട്. എങ്ങനെയാണ് മകളുടെ ഒരു മത്സര രംഗത്തെ കാണുന്നത്? വളരെ സന്തോഷമായിട്ടാണ് കാണുന്നത്. അവൾ ഏത് കാര്യം കൊടുത്താലും നല്ലതായിട്ട് ചെയ്യുമെന്ന് പൂർണ്ണ വിശ്വാസമുണ്ട്. ഇവിടുത്തെ പ്രവർത്തകരാദ്യം ഈ അജന്യ സ്ഥാനാർത്ഥിയാക്കി തീരുമാനിച്ചപ്പോൾ എന്ത് തോന്നി? സന്തോഷം തോന്നിയോ? വളരെ അവൾ SFI പ്രവർത്തകയാണ്. അവൾ കുഞ്ഞിലെ ബാലസംഘത്തിലും എല്ലാത്തിലും പോയിട്ടുണ്ട്. പാർട്ടിയോട് നല്ല വിശ്വാസമാണ്, സ്നേഹമാണ്. ചേച്ചി എങ്ങനെ ഒരു അവസരം കിട്ടിയിരിക്കുകയാണ്? ചേച്ചിക്ക് മുഴുവൻ പിന്തുണയുണ്ടോ? വോട്ടൊക്കെ ചോദിക്കാൻ ചേച്ചി എങ്ങനെയാണ്? അടിപൊളിയാണ് പെർഫോമൻസ്? എല്ലാവരോടും ചോദിക്കുന്നു, വോട്ടൊക്കെ ചോദിക്കുന്നു. ഒട്ടും ഷൈ അല്ലേ അജന്യ? വോട്ടൊക്കെ ചോദിക്കുന്ന ഒട്ടും മടിയുള്ള ഒരാളല്ല അല്ലേ? ആൾക്കാരോട് ഇടപെടാനും ഒരു പൊതുപ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു മാതൃകയായി മാറുമോ ചേച്ചി? മാറും. ഓക്കെ, മാറും. വിശ്വാസമുണ്ട് ചേച്ചിയുടെ? വിശ്വാസമുണ്ട്.
അപ്പോൾ നമ്മൾ വോട്ട് ചോദിക്കാൻ വേണ്ടി LDFിൻ്റെ പ്രവർത്തകർ ഒപ്പമുണ്ട്. ഈ വാർഡിൽ സ്ഥാനാർത്ഥിയായി തീരുമാനിക്കുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കളുണ്ട്. ഇവിടുത്തെ മുൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാണ് ഈ പ്രദേശത്ത് ഉൾപ്പെടുന്നത്. തച്ചോട്ടുകാവ് എന്ന് പറയുമ്പോൾ ഈ മലയൻകീഴ് ഗ്രാമപഞ്ചായത്തിലെ 1ാമത്തെ വാർഡാണ്. ഈ 1ാമത്തെ വാർഡിൽ തന്നെ ഒന്നാമതെത്താൻ അജന്യയാണ് പാർട്ടി തീരുമാനിച്ചത്. ആ തീരുമാനത്തിന് പിന്നിൽ പ്രവർത്തിച്ച പാർട്ടിയുടെ മുൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഇപ്പോഴത്തെ ഈ വാർഡിൻ്റെ ചുമതലയുള്ള ആൾ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഞാൻ ഈ വാർത്തകളിൽ നിന്ന് അജന്യയോട് നേരത്തെ ഞാൻ ചോദിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ അജന്യയെ തീരുമാനിക്കുന്ന ഘട്ടത്തിൽ നമ്മൾ അജന്യയുടെ നമ്മൾ അപ്പോഴും പരിശോധിച്ചിരുന്നോ? എപ്പോഴാണ് അജന്യയ്ക്ക് ഈ 21 എന്ന യോഗ്യതയിലേക്ക് എത്തിയിട്ടേ ഉള്ളൂ എന്ന് മനസ്സിലാവുന്നത്? അജന്യ എന്ന പേരിലേക്ക് നമ്മൾ എത്തിയപ്പോൾ ഈ പ്രായത്തിനെ സംബന്ധിച്ച് നമുക്കൊരു ധാരണ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ അജന്യയുടെ പേര് കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട് വന്ന സമയത്താണ് അജന്യയുടെ പ്രായത്തിനെ സംബന്ധിച്ച് ചില സഖാക്കൾ ഇങ്ങനെ ചോദിച്ചു, ഈ 21 BSc ഫൈനൽ ഇയർ പഠിക്കുന്ന കുട്ടിയാണല്ലോ എന്ന് ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവളെ ഏജിനെ സംബന്ധിച്ചുള്ള ചർച്ച പറഞ്ഞത്. അപ്പോഴാണ് പിന്നെ ഞങ്ങൾ വീണ്ടും പരിശോധന നടത്തുമ്പോഴാണ് ഈ 6-ാം തീയതി നവംബർ മാസം 6-ാം തീയതിയാണ് 21 വയസ്സ് പൂർത്തീകരിച്ചത്. അപ്പോൾ നമ്മൾ സ്ഥാനാർത്ഥി നിർണ്ണയ ചർച്ച അതിന് മുമ്പ് തന്നെ പൂർത്തീകരിച്ചു. നമുക്ക് ഡിസംബറിൽ ഈ ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് വരുമ്പോൾ 1 മാസം കൂടി തികയുള്ളൂ, 1 മാസം തികഞ്ഞ് കഴിയുള്ളൂ. 1 മാസവും 4 ദിവസവും കൂടി മാത്രമേ ആവുകയുള്ളൂ. അതാണ്. ഓക്കെ. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പിന്നെ ഈ നിയമപരമായ കാര്യങ്ങൾ പരിശോധിച്ച് നോക്കി. കറക്റ്റ് എത്ര വയസ്സ് തികയുന്ന ആ പ്രായത്തിൻ്റെ പരിധി ഒന്നും മാനദണ്ഡ പ്രശ്നമാവില്ല. നമുക്ക് ഈ നാമനിർദ്ദേശക പത്രിക സമർപ്പിക്കുന്ന സമയത്താണ് 21 വയസ്സ് പൂർത്തീകരിക്കണമെന്ന് അറിയാമെങ്കിലും വീണ്ടും ഒരു പരിശോധന നടത്തേണ്ടി, കാരണം ക്രോസ് ചെക്ക് ചെയ്ത് അത് എല്ലാം ഒന്ന് പരിശോധന നടത്തിയതിന് ശേഷമാണ് ആശ്വാസത്തിലേക്ക് ഞങ്ങൾ എത്തിയത്. തീർച്ചയായും നമ്മുടെ പാർട്ടി പ്രവർത്തകരും ഇവിടുത്തെ LDF പ്രവർത്തകർ വളരെ ആത്മവിശ്വാസത്തിലാണ്. അജന്യയ്ക്ക് എല്ലാവിധ വിജയാശംസകളും കൈരളിയും നേരുന്നുണ്ട്. കാരണം ഈ ബേബി തന്നെ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ സംസ്ഥാനത്തും അവസാനത്തെ ഇതിൻ്റെ സ്കൂട്ടണിയെല്ലാം പൂർത്തിയാക്കി പരിശോധിക്കുമ്പോൾ ഏറ്റവും പ്രായം കുറഞ്ഞ ബേബിയായിട്ടുള്ള അജന്യ 1ാമത് വിജയിച്ചു വരട്ടെ. ഇനി അടുത്തൊരു കാര്യം കൂടി, ഏറ്റവും പ്രായം കുറഞ്ഞ തദ്ദേശ സ്ഥാപനങ്ങളുടെ വാർഡ് മെമ്പറും അജന്യയാകണം. അത് വലിയ ഭൂരിപക്ഷത്തോടു കൂടി ഈ തച്ചോട്ടുകാവിലെ ജനങ്ങൾ അജന്യയെ അംഗീകരിക്കണം. പുതിയ തലമുറയിലെ പുതിയ വ്യക്തിത്വങ്ങൾ, വനിതകൾ, യുവാക്കളൊക്കെ തന്നെ രാഷ്ട്രീയ രംഗത്ത് സജീവമാകുന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം. അത് ഇന്ത്യയുടെ ജനാധിപത്യ പ്രക്രിയയ്ക്കും കേരളത്തിൻ്റെ തദ്ദേശ സ്ഥാപനങ്ങളുടെ വികസനത്തിനും വളർച്ചയ്ക്കുമൊക്കെ ഗുണം ചെയ്യും. തിരുവനന്തപുരത്ത് തച്ചോട്ടുകാവിൽ നിന്നും അജന്യയ്ക്കൊപ്പം ക്യാമറമാൻ പ്രമോദ് പന്നിയോടിനൊപ്പം നിർമ്മൽ ചക്രവർത്തി, കൈരളി ന്യൂസ്, തിരുവനന്തപുരം.